ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കേഫിറിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കേഫിർ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടർ. ഞാനത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു 2 പാക്കറ്റാണ് ഞാൻ ഇന്നിവിടെ കേഫിർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാടൻ പശുവിൻ്റെ പാല് നല്ലപോലെ തിളപ്പിച്ച് അതിനെ നല്ലപോലെ ആറിയതിന് ശേഷം അതിലേക്ക് ഈ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഈ 2 പാക്കറ്റ്. ഇപ്പോൾ കേഫർ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ യോഗട്ടിനെ പോലെ നമുക്ക് യോഗട്ട് മേക്കറൊന്നും വേണമെന്നില്ല. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു 12 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചാൽ മതി കേട്ടോ ഈ ഒരു മിക്സ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നമുക്കിപ്പോൾ ഈ യോഗട്ട് മേക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കേഫിറിന് എപ്പോഴും ഒരു 20 ഡിഗ്രി തൊട്ട് ഒരു 30 ഡിഗ്രി വരെ ആ ടെമ്പറേച്ചർ മതി. സോ തണുപ്പുള്ള പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സമയം കൂടുതൽ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, ചൂടുള്ള പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കുറവ് സമയം വെച്ചാൽ മതി. സോ അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 12 അവറാണ് ഇവിടെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഫെർമെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഓവർ ഫെർമെൻ്റ് ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. സോ നമുക്കൊരു 12 അവർ മതിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.